ഓണവിശേഷങ്ങൾ തേടിയുള്ള മീഡിയ വില്ലേജ് ടെലിവിഷന്റെ ഓണവണ്ടിയുടെ യാത്ര ഇതാ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഓണവിശേഷങ്ങൾ അറിയാൻ എത്തിയിരിക്കുന്നത് SH സ്കൂളിലാണ്. ഹലോ, എങ്ങനെയുണ്ട് ഓണപരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നോ? നടന്നു. ഈ ഓണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു ചിത്രം എന്താ? മാവേലിയും അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ട് അതാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിൽ തിരുവാതിര കളിക്കാൻ അറിയാം? ഒരു ഡാൻസർ ആയിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് ഒരുങ്ങി നിൽക്കുന്നത്. തിരുവാതിര കളിക്കാൻ അറിയോ? കുറച്ചൊക്കെ അറിയാം. ഡാൻസർ ആണോ? അല്ല. ഓക്കെ. അപ്പോൾ ഈ ഓണത്തെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് പഴയ ആളുകളൊക്കെ നമുക്ക് കുറെ പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഓണത്തെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ല് അറിയാവോ? ആരും അവിടെ പറഞ്ഞില്ല. ആരോ പറഞ്ഞോ. അത്തമ്പത്തിന് പോയിരിക്കുന്നു. വേറെ ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ല്? ഇതാ ഒരു അടിപൊളി മാവേലി ഇവിടെ നിൽപ്പുണ്ട്. മാവേലി, എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ? കേരളത്തെ കാണാൻ വന്നിട്ട് എന്ത് തോന്നുന്നു? ഇപ്പോ നല്ലത് തോന്നുന്നു. സന്തോഷമുണ്ട്. കുറെ നാളുകൾക്ക് ശേഷം, ഒരു വർഷത്തിന് ശേഷം കേരളക്കരയിലെ ജനങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. അതെ, കേരളത്തിലെ ആളുകളോട് എന്താണ് പറയാനുള്ളത്? ഒരു ആശംസ. എല്ലാവരും ഓണം ആഘോഷിക്കുകയൊക്കെ, സ്നേഹത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോവുക. ഓക്കെ. നമ്മുടെ ഈ ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫെസ്റ്റിവൽ അല്ലേ, നമ്മുടെ ഒരു ഉത്സവമാണ്, നമ്മുടെ ഒരു ആഘോഷമാണ്. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു മെയിൻ കഥാപാത്രത്തെ പറഞ്ഞു, നമ്മുടെ മാവേലി. ഈ മാവേലിയുടെ കഥ ആർക്കറിയാം? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ? മാവേലിയുടെ കഥ പറഞ്ഞ. മാവേലി ഒരു പാവമായിരുന്നത് കൊണ്ട് തന്നെ അതിന് മാവേലിനെ കൊല്ലാനായി തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ കാൽ വെച്ച് ചവിട്ടി താഴ്ത്തി. ആരാ ചവിട്ടി താഴ്ത്തിയെന്നറിയാം മാവേലിയെ? മാവേലി ആര്? വിഷ്ണു. ഏത് രൂപത്തിൽ വന്നാ ചവിട്ടി താഴ്ത്തിയെ? വാമനൻ. അത് നമ്മുടെ മിസ്സുമാർ അവിടെ നിന്ന് കട്ട സപ്പോർട്ട് നൽകുന്നുണ്ട്. വാമനൻ എന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ എന്താണേലും ഇവർക്ക് ഓണത്തെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. ഇനി ഓണത്തെ കുറിച്ച് നമുക്ക് സദ്യ ഓർമ്മ വരും അല്ലേ? ഈ ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഡിഷ് ഏതാ? പപ്പടം. അത് സൂപ്പർ ആയിരുന്നു. 10-12 കറി നിരത്തി വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം പപ്പടമാണ്. മാവേലിക്ക് ഏറ്റവും ഇഷ്ടം ഏതാ? പരിപ്പ്. അത് അടിപൊളി. ഇനി ഓണത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കറി? സാമ്പാർ. അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ഇഷ്ടമാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ഓണാഘോഷങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊരു പാട്ട് പാടിക്കൊടുക്കാം. ഒരു 2 വരി പാട്ട് എല്ലാവരും ചേർന്ന് പാടുകയല്ലേ? കവിത പാടും പൊന്നിൻ ചിങ്ങമാസം, ചന്ദ്രികയിൽ കുളി കഴിഞ്ഞ ചിങ്ങമാസം. ചങ്ങമ്പുഴ കവിത പാടും പൊന്നിൻ ചിങ്ങമാസം, ചന്ദ്രികയിൽ കുളി കഴിഞ്ഞ ചിങ്ങമാസം. തിരുവാതിര പാട്ടുപാടി പനയോലക്കുട ചൂടി, തിരുവാതിര പാട്ടുപാടി പനയോലക്കുട ചൂടി, തിരുവോണം വിരുന്നു വരും ചിങ്ങമാസം, തിരുവോണം വിരുന്നു വരും ചിങ്ങമാസം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് MVTV